ആത്മവിശ്വാസത്തിന്റെ ചിറകുകളിലേറി ട്രെക്കിങ്ങിൽ വിജയക്കൊടി പാറിക്കുകയാണ് അടൂർ സ്വദേശിനിയായ സോനു സോമൻ. മൗണ്ട് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പ് കീഴടക്കിയതിന്റെ പിന്നാലെ ആഫ്രിക്കയിലെ കിളിമഞ്ചാരോയിലേക്കുള്ള യാത്ര തിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സോനു. അതിജീവനത്തിന്റെ കഥ കൂടിയാണ് സോനു എന്ന യുവതിയുടേത്. ഇതാണ് പത്തനംതിട്ടക്കാരുടെ സ്വന്തം സോനു സോമൻ. ഇപ്പോൾ എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പ് കീഴടക്കിയ ശേഷം കിളിമഞ്ചാരം കീഴടക്കാൻ വേണ്ടി ആഫ്രിക്കയിലേക്ക് പോവുകയാണ്. സോനു ഒരു വലിയ മോട്ടിവേഷനാണ് പലർക്കും. എന്താണ് മോട്ടിവേഷനുള്ള കാര്യമൊക്കെ നമുക്ക് ഏറ്റവും ഒടുവിൽ പറയാം. ആദ്യം സോനു കിളിമഞ്ചാരത്തിലേക്ക് യാത്രയാണല്ലേ, എന്താണ് എൻ്റെ ഒരു പ്ലാനും കാര്യങ്ങളും? ജൂലൈ 8-ാം തീയതിയാണ് ഇവിടുന്ന് പോണത് കിളിമഞ്ചാരോയിലേക്ക്. 10 ദിവസത്തെ ട്രെക്കിംഗ് ആണ്. ഞങ്ങൾ ഇവിടുന്ന് 8 പേരാണുള്ളത്. അതിൽ 5 പേരും ഇപ്രാവശ്യം മലയാളികളാണ്. സോനു, ഈ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ എത്തിയപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു. കിളിമഞ്ചാരത്തിൻ്റെ ഒരു പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എങ്ങനത്തെയാണ് അത് കീഴടക്കാനുള്ളത്? ബേസ് ക്യാമ്പിനെക്കാട്ടിലും എന്തുകൊണ്ടും ടഫാണിത്. ഇത് നമ്മൾ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പ് പറയുകയാണെങ്കിൽ കിളിമഞ്ചാരോയുടെ ഏറ്റവും ടോപ്പിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. 19,000 അടിയിൽ കൂടുതലുണ്ട് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയാനായിട്ട്. പിന്നെ ബേസ് ക്യാമ്പ് നമ്മൾ 14 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ ഇത് ഒരാഴ്ച 7 ദിവസം കൊണ്ടാണ് നമ്മൾ കിളിമഞ്ചാരോയുടെ ടോപ്പിൽ എത്തേണ്ടത്. അപ്പം സോനു ഈ പർവ്വതങ്ങൾ കീഴടക്കാൻ ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ ബേസ് ക്യാമ്പ് വരെ എത്തിയിരുന്നു. സോനുവിൻ്റെ ജീവിതം എന്തുകൊണ്ട് മാതൃകയാണെന്ന് ഇവിടെ പറയേണ്ടത്. സോനുവിൻ്റെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കൂടെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം. 4 വർഷം മുന്നേ എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അതിലെനിക്ക് കണ്ണിനാണ് ആക്സിഡൻറ്റ് പറ്റിയത്. വിഷൻ ഒരു 70% പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഇപ്പോൾ ഈ 4 വർഷത്തിനുള്ളിൽ എനിക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റിലൂടെ എൻ്റെ കാഴ്ച എനിക്കിപ്പോൾ പൂർണ്ണമായിട്ടും തിരിഞ്ഞു കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം കൈരളി ചാനൽ വന്ന സമയത്ത് എനിക്ക് ഒരു കണ്ണിന് മാത്രമേ വിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരു നിമിഷം എനിക്ക് 2 കണ്ണിനും കാഴ്ച കിട്ടിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ശക്തി പോയപ്പോഴാണ് എനിക്ക് ഈ കാഴ്ചയുടെ വില എന്താണെന്ന് മനസ്സിലായും എത്രത്തോളം യാത്ര ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം തോന്നി തുടങ്ങിയത്. അപ്പോൾ ആദ്യമൊക്കെ ഒരു വലിയ വിഷമമായിരുന്നു കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോയപ്പോൾ? ആദ്യം കാരണം അടുത്തുള്ള ആൾക്കാരെ പോലും എനിക്ക് കാണാൻ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു അന്നേരമൊക്കെ. അപ്പം അന്നേരം എന്തോ മനസ്സിൽ തോന്നിയതാണ് കാഴ്ച പൂർണ്ണമായിട്ടും പോകുന്നതിന് മുന്നേ എവറസ്റ്റ് എൻ്റെ കണ്ണുകൊണ്ട് കാണണം എന്നുള്ളത്. പക്ഷേ ആലപ്പുഴ ജില്ലാ ആയുർവേദ ഹോസ്പിറ്റൽ അരുൺ ഡോക്ടറിൻ്റെ സഹായത്തോടെ ഇപ്പം എനിക്ക് 2 കണ്ണിൻ്റെയും കാഴ്ച പൂർണ്ണമായിട്ടും കിട്ടിയതുകൊണ്ട്. സോനുവിന് വലിയൊരു സപ്പോർട്ടർ കൂടെ ഉണ്ടല്ലേ, അന്ന് പേര്? നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേൻകുമാർ സാറാണ് എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കണത്. അന്ന് ബേസ് ക്യാമ്പിൽ അഗസ്ത്യാർകൂടം മുതൽ ഇങ്ങോട്ട് ഇതുവരെ എൻ്റെ ഓരോ യാത്രയും സാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് കഴിഞ്ഞ് ഈ പർവ്വതമൊക്കെ കയറുക മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനം സജീവമാണ്. ബ്ലഡ് ഡൊണേഷൻ, ബി പോസിറ്റീവ് ഡോണർ അല്ലേ? ഇതും ഒരു ഇതാണോ? എനിക്ക് വാശിയുണ്ട് ഇതിൻ്റെ അകത്തും, എനിക്ക് അങ്ങനെയും ഒരു ഇത് സഹായിക്കണം, പെൺകുട്ടികൾ രംഗത്തെ കടന്നു വരണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പം ഇതിപ്പോൾ എൻ്റെ 7 പ്രാവശ്യം ഞാനിപ്പം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു കാര്യമാണ്. ആക്സിഡന്റിന് ശേഷമാണ് ഇതെല്ലാം ചെയ്തത്. ഞാനും സോനുവിനെ പലപ്പോഴും ബ്ലഡിനെ വിളിക്കാറുണ്ട്, പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോഴെല്ലാം കൊടുത്തിരിക്കുകയാണ്. ഇനി ഒരു ദിവസം സോനുവിനെ നമ്മൾ പൊക്കും. എന്തായാലും സോനു വലിയ ഒരു മാതൃകയാണ്. അതായത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട ശേഷം ജീവിതത്തിൽ നിരാശപ്പെടുകയല്ല, മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ചാണ് ഇപ്പോൾ ഈ നേട്ടങ്ങളൊക്കെ നേടിയിരിക്കുന്നത്. കൈരളി ന്യൂസിന് വേണ്ടി അടൂരിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കൊടുമ്പനൊപ്പം സുജു ടി ബാബു.